താങ്കൾ ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഹിന്ദിയിലും കൈവച്ചു. റഹ്മാൻ്റെ ഒരു പാട്ട്. അത് തമാശ എന്താ വെച്ചാൽ അതല്ലേ ആ സിനിമയുടെ പേര്? അത് വന്നില്ല. ആ പടം വന്നില്ല. മുझे മിലോ യഹാ യഹാ മുझे. ഇത് റെക്കോർഡ് ചെയ്ത് തമാശ എന്തായാലും എനിക്കറിയില്ല എന്താ റെക്കോർഡ് ചെയ്തെന്നുള്ളത്. ഈ പുള്ളിക്ക് ഒരു സ്വഭാവമുണ്ട്, അസിസ്റ്റൻറ്റ് മ്യൂസിക്കുണ്ട്, എന്തെങ്കിലുമൊക്കെ പാടിക്കും. അത് പാടാൻ പറയുന്നത് പാടാൻ. അപ്പം ഞാൻ ചുമ്മാ അത് പാടാൻ പറഞ്ഞു ഡയറക്ടർ. ഞാൻ ഇത് ഹിന്ദി ചുമ്മാ പാടച്ചൊന്നത് ശരി. ആ പാട്ടൊന്നും ഞാൻ വെറുതെ പാടി വെച്ചിട്ട് പോയതാ. എന്നിട്ട് എനിക്കറിയില്ല ഈ പാടിയത് എന്താണെന്നൊന്നും അറിയില്ല. റെക്കോർഡ് മറ്റേ വയലിനിസ്റ്റ് ഒരു നമ്മുടെ എറണാകുളത്ത് മറ്റേ ഇങ്ങനെയുണ്ട് നമ്മുടെ എന്താ മദ്രാസിൽ അദ്ദേഹം പറഞ്ഞു ഈ പാട്ട്. അദ്ദേഹം പറഞ്ഞു, ജയൻ തൻ്റെ ഒരു പാട്ട് കേട്ടൊരു ഹിന്ദി പാട്ട്. ഹിന്ദിയാണ്? ഞാൻ ഹിന്ദിയൊന്നും പാടില്ല. അല്ല ഞങ്ങൾ വയലിൻ നല്ല വായിച്ചു. എന്തീ പ്രാന്ത് പറഞ്ഞു. അല്ലല്ല താനും ലതാജി അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് പാടിക്കാനായിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇത് പറഞ്ഞാൽ പിന്നെ വേറൊരു വയലിനിസ്റ്റ് ഉണ്ട്, അയാളും വിളിച്ചു. വേണുഗോപാലിൻ്റെ മ്യൂസിക് സങ്കർ വേണുവിൻ്റെ ബ്രദറിലോ ഉണ്ട്, അയാൾ രാമേന്ദ്രൻ ചേട്ടാ നിങ്ങളുടെ ഒരു ഉഗ്രം പാട്ട് ഹിന്ദി പിന്നെ ഞാൻ ഹിന്ദി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പുള്ളി അയച്ചതാണ്, പുള്ളി ഇതെല്ലാം അയച്ചൊന്നു കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. എന്നോ പാടി വെച്ചേക്കണ ഇയാളത് ഓർക്കസ്ട്രയൊക്കെ ചേർത്ത് നിങ്ങൾ പാട്ടാക്കിയതാണ്. സത്യം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നാ പാടി എന്താ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പുള്ളി റഹ്മാൻ അങ്ങനെയാണ്, പലതും ഒരു പാട്ടുകാരെ പലകൊണ്ടും പാടിച്ച് അയാളുടെ സ്റ്റൈലിലുള്ള വോയിസ് വെച്ച് പാടി റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു കാലത്ത് അയാളത് അങ്ങനെ സ്വഭാവം ഉണ്ട് ആൾക്ക്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്താന്ന്. അങ്ങനെ ഈ പാട്ട് ഉണ്ടായത്. പക്ഷേ ജേട്ട ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളുടെ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് പറയട്ടെ, എൻ്റെ മനസ്സിൽ ജയേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് പതിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ അതിലേറ്റവും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പാട്ട് ശരദിന്ദു മലർദീപം. ആ പാട്ടിൻ്റെ ഒരു സവിശേഷ സൗരഭ്യം ഒരുപക്ഷെ മറ്റ് പാട്ടുകളേക്കാൾ വ്യത്യസ്തമാണ്. ആ പാട്ടൊരു വല്ലാത്തൊരു പാട്ട്. വല്ലാത്ത പാട്ടാണ്. MBS സാറിൻ്റെ ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതിമീട്ടി. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതിമീട്ടി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. അത് അദ്ദേഹത്തിൻ്റെ MBS സാറിൻ്റെ ഒരു കാലഘട്ടത്തെ ഒപ്പിയെടുത്ത പാട്ടാണ്. ഇതൊരു അത് ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ട്യൂണിൻ്റെ കഴിവ്, ONV സാറിൻ്റെ വരികൾ. അപ്പോൾ ഗ്രേറ്റ് കമ്പോസർ സാർ. അതുപോലെ പല നമ്മളിപ്പോൾ ഈ 5 പേര് വിട്ടെന്ന് പറഞ്ഞാൽ പലരും ഇടയിലുണ്ട്. ഇപ്പോൾ MBS സാറുണ്ട്, പുകഴേന്തി സാറ്. എന്തൊരു കമ്പോസറാണ്, വാട്ട് എ ഗ്രേറ്റ് കമ്പോസർ ഈ ബോസ് പുകഴേന്തി. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാര് ഇപ്പോൾ അന്ധനാര് അന്ധകാര പരപ്പിതിൽ അന്ധനാര് വിണ്ണിൽ. അത് ഞാൻ പാടിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദാസേട്ടൻ പാടിയ കുറേ പാട്ട്. അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലേ അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലേ ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരുന്നു. ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരുന്നു. അപാര
സുന്ദര നീലാകാശം അനന്തതേ നിൻ മഹാസമുദ്രം അപാര സുന്ദര നീലാകാശം. എന്തൊരു കമ്പോസിഷൻ, എന്തൊരു വരികൾ. അനന്തതയെ അപാര സുന്ദര നീലാകാശം അനന്തതയെ നിൻ മഹാസമുദ്രം. ആകാശത്തിനൊക്കെ ഇങ്ങനെ വർണ്ണിക്കുക ആ ഭാസ്കരൻ മാഷ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഓൺലി പി ഭാസ്കരൻ. ഇങ്ങനൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ പുകഴേന്തി സാറിന് ജേട്ട പഴയ പാട്ടുകളുടെ ഒരു എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു എനിക്കറിയാവുന്ന പാട്ട് വേറെ ആർക്കും അറിയില്ല, സത്യം പറയാം.